അപ്പോൾ ഇതേ 2 ദിവസം കഴിയുമ്പോൾ അഷ്ടമിരോഹിണിയാണേ. അതിൻ്റെ പാട്ടൊക്കെയാണ് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചെറുതായിട്ട് കേൾക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ രാവിലെ പാലൊക്കെ കാച്ചാൻ വെച്ചു. രാവിലെ കാപ്പിക്കുള്ള തയ്യാറെടുപ്പാണേ. കടലക്കറിയും അപ്പത്തിനുള്ള മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇന്നലെ രാത്രി തേങ്ങ അരച്ച് ചേർത്തില്ലായിരുന്നു. പാലൊക്കെ തിളച്ച് മാവിനകത്ത് 2 തേങ്ങയും ഒക്കെ അരച്ച് ചേർത്ത് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം ചൂടാം. അപ്പോഴത്തേന് കറി അങ്ങ് ശരിയാക്കാം. കടലയൊക്കെ വെന്തിട്ടുണ്ടല്ലോ. കടുകും വറുത്ത് മസാലപ്പൊടികളും ചേർത്ത് കടലയും കൂടി ഒഴിച്ച് വെക്കാം. അപ്പോൾ കുറച്ച് കടല എടുത്ത് മാറ്റുന്നുണ്ട്. വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് കടല എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് കടലക്കറിക്ക് ചേർക്കട്ടെ. അപ്പവും ചുട്ട് ഇപ്പോൾ കാപ്പി കുടിക്കാനുള്ള നേരവുമായി. കാപ്പി കുടിക്കാനും തുടങ്ങി. ഉച്ചക്കലത്തേക്ക് ഒരു മോരുകറിയാണ് വെച്ചത്. വെള്ളരിക്ക മോരുകറി. പിന്നെ ഒരു മുട്ട പൊരിച്ചു. ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു. തലേന്നത്തെ അമ്മ ചുട്ടരച്ച തേങ്ങ വെച്ചുണ്ടാക്കിയ ചമ്മന്തി. പിന്നെ മോര് കാച്ചത്. ഇത്രയും കൂട്ടി ഇഞ്ചിക്കറി ഉണ്ട്. ഓണത്തിൻ്റെ ഇഞ്ചിക്കറിയാണ്, തീർന്നിട്ടില്ല. ഇപ്പോൾ മോരുകറിയൊക്കെ കൂട്ടി ചോറുണ്ണട്ടെ.